സംസ്ഥാനത്തെ കാലവർഷം വീണ്ടും സജീവമാകുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നാണ് വിവരം. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് അജീഷ് ജയകുമാർ, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ ദുർബലമായിരുന്ന കാലവർഷം വീണ്ടും സജീവമാവുകയാണ്. ഇന്ന് 6 ജില്ലകളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. മാത്രമല്ല, തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു. രാവിലെ മഴ അല്പം മാറി നിൽക്കുന്നുണ്ടെങ്കിലും കാർമേഘം മൂടിക്കെട്ടിയ അവസ്ഥയാണ് നിലവിലുള്ളത്. അതിശക്തമായ മഴയ്ക്ക് തിരുവനന്തപുരത്തും സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിലും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ ദിവസം പുനലൂരിൽ ഇടിമിന്നലേറ്റ് 2 പേർ ദാരുണമായി മരിച്ചത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ, അതായത് മരങ്ങളുടെ താഴെയും മറ്റും ആളുകൾ പോകുന്നത് ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച 9 ജില്ലകളിലും ശനിയാഴ്ച 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ആന്ധ്രാ തീരത്തിനും മുകളിലായി ഈ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ഈ ആന്ധ്രാ തീരത്തിന് മുകളിലായി ചക്രവാത സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് മഴ സജീവമാകാൻ കാരണം. മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എസ്കെൻ. ജയകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.